മയക്കുമരുന്ന് സംഘങ്ങളെ കൂട്ടത്തോടെ തുറങ്കലിൽ അടയ്ക്കാൻ ആഭ്യന്തര എക്സൈസ് വകുപ്പുകൾ. പിറ്റ് NDPS ആക്ട് പ്രകാരം വ്യാപക അറസ്റ്റ് തുടങ്ങി. എക്സൈസ് കണ്ണൂരിൽ 2 പേരെ ജയിലിലടച്ചു. നിയമപ്രകാരം 1 വർഷം വരെ തടവിൽ വെക്കാം. തളിപ്പറമ്പ് സ്വദേശി P. മുഹമ്മദ് മഷൂദ്, ബീഹാർ സ്വദേശി സർഫരാജ് ഖാൻ എന്നിവരെയാണ് തടങ്കലിലാക്കിയത്. മനോജ് മയിൽ ചേരുകയാണ് വിവരങ്ങളുമായി. മനോജ്, കണ്ണൂരിൽ 2 പേരെ എക്സൈസ് ജയിലിൽ അടച്ചിരിക്കുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രതിഭ, തുടർച്ചയായി മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെടുന്നവരെ പൂർണ്ണമായും തുറങ്കിലടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പിറ്റ് NDPS ആക്ട് കർശനമായി നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ആഭ്യന്തര എക്സൈസ് വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം എല്ലാ ജില്ലകൾക്കും നൽകിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ഓപ്പറേഷൻ തുഫാനുമായും അതോടൊപ്പം തന്നെ എക്സൈസ് ഓപ്പറേഷൻ തണ്ടറുമായും മുന്നോട്ട് കുതിക്കുകയാണ്. ഇതിന് ബലം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പിറ്റ് NDPS കർശനമായി തന്നെ നടപ്പാക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ സർക്കാർ എടുത്തിട്ടുള്ളത്. ഗുണ്ടകളെ കാപ്പ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അകത്തിടുന്നതിന് സമാനമാണ് ഈ ആക്ടും. കാപ്പ 6 മാസത്തെ തടവാണെങ്കിൽ പിറ്റ് NDPS 1 വർഷത്തെ തടവാണ് നൽകുന്നത്. ഈ കണ്ണൂരിൽ 2 പേർക്കെതിരെ എക്സൈസ് ഇപ്പോൾ ഈ നടപടി, അതായത് പിറ്റ് NDPS ചുമത്തി ജയിലിൽ അടച്ചു കഴിഞ്ഞു. തളിപ്പറമ്പ് സ്വദേശിയായ മുഹമ്മദ് മഷൂദ്, ബീഹാർ സ്വദേശിയായ സർഫരാജ് ഖാൻ എന്നിവരെയാണ് തടങ്കലിലാക്കിയത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ K. അഷ്റഫിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിലായിരുന്ന സർഫരാജ് ഖാനെ പിറ്റ് NDPS പ്രകാരം അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ ഇയാളെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്യുകയാണ് ചെയ്തത്. ഈ കേസുകളിൽ ഉൾപ്പെടുന്ന ആളുകളെ തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റുന്നത്. 2026 ഏപ്രിൽ 6 കണ്ണാടിപ്പറമ്പ് ഭാഗത്ത് വെച്ച് 4 കിലോയിലധികം കഞ്ചാവുമായി അറസ്റ്റിലായതിനെ തുടർന്നാണ് ഈ സർഫരാജിനെ റിമാൻഡ് ചെയ്തിരുന്നത്. ഈ കണ്ണൂരിലേക്ക് മൊത്തമായി കഞ്ചാവ് എത്തിക്കുന്നതിൽ പ്രധാനിയാണ് ഈ സർഫരാജ് ഖാൻ എന്നാണ് എക്സൈസ് കണ്ടെത്തിയത്. അതേ തുടർന്നാണ് ഈ ആക്ട് ചുമത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എക്സൈസ് എത്തിയത്. ആന്ധ്ര, അതോടൊപ്പം തന്നെ കണ്ണൂരിലെ മറ്റ് പോലീസ് സ്റ്റേഷൻ, എക്സൈസ് യൂണിറ്റുകൾ എന്നിവിടങ്ങളിലെല്ലാം ഇയാൾക്കെതിരെ കേസുകളുണ്ടെന്നും എക്സൈസ് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഇയാൾക്കെതിരെ ഈ ആക്ട് ചുമത്തി ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഈ തളിപ്പറമ്പ് സ്വദേശിയായ മുഹമ്മദ് മഷൂദ് കുപ്രസിദ്ധ മയക്കുമരുന്ന് വിൽപ്പനക്കാരനാണെന്നാണ് ഇപ്പോൾ എക്സൈസ് വ്യക്തമാക്കുന്നത്. തുടർച്ചയായി മയക്കുമരുന്ന് കേസ് വന്നതോടുകൂടിയാണ് ഇയാളെയും തടങ്കലിൽ അടക്കാൻ തീരുമാനിച്ചത്. തളിപ്പറമ്പ് കരിപ്പാൽ സ്വദേശിയായ മുഹമ്മദ് മഷൂദ് 2024 മെയ് 15 207.84 ഗ്രാം MDMA-യുമായി സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ C. ഷാബുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ 2025 184 ഗ്രാം മെത്താഫിറ്റാമിൻ, 89 ഗ്രാം MDMA, 12 ഗ്രാം ഹാഷിഷ് ഓയിൽ എന്നിവയുമായി ഈ സ്നേഹ എന്ന യുവതിക്കൊപ്പം കണ്ണൂർ കുറുവയിലെ ലോഡ്ജിൽ വെച്ചും മഷൂദിനെ തളിപ്പറമ്പ് റേഞ്ച് ഇൻസ്പെക്ടർ ആയിരുന്ന വിപിൻ കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇങ്ങനെ തുടർച്ചയായി കേസുകളിൽ ഉൾപ്പെട്ട സാഹചര്യത്തിലാണ് ഈ മുഹമ്മദ് മഷൂദിനെയും ആക്ട് പ്രകാരം ഇപ്പോൾ തടങ്കലിൽ വെച്ചിരിക്കുന്നത്. കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി മയക്കുമരുന്ന് പിടികൂടുന്നവർ 2 കേസുകളിൽ പെട്ടാൽ തന്നെ NDPS ആക്ട് ചുമത്തണം എന്നാണ് നിർദ്ദേശം. ഈ സ്മോൾ ക്വാണ്ടിറ്റി മയക്കുമരുന്ന് പിടികൂടുന്ന കേസുകളിൽ 3 എണ്ണമായാൽ അവർക്കെതിരെയും NDPS ചുമത്തും. ഈ മയക്കുമരുന്ന് റാക്കറ്റിനെ പൂർണ്ണമായും അടിച്ചമർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്ന ആളുകൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണം എന്ന കർശനമായ നിർദ്ദേശമാണ് ഇപ്പോൾ ആഭ്യന്തര എക്സൈസ് വകുപ്പുകൾ നൽകിയിട്ടുള്ളത്. അതനുസരിച്ചുള്ള നടപടികളാണ് ഇപ്പോൾ കണ്ണൂരിൽ നടക്കുന്നത്. പോലീസിന്റെയും എക്സൈസിന്റെയും സംവിധാനങ്ങൾ ഈ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയതോടുകൂടി നിരവധി പേരാണ് ഇങ്ങനെ തടങ്കലിലായത്. കണ്ണൂരിൽ മാത്രം ഈ അടുത്ത കാലത്ത് മാത്രം 7 പേർ ഇങ്ങനെ തടങ്കലിലായിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റ് ഉടനുണ്ടാകും. ഈ അറസ്റ്റ് ചെയ്യേണ്ടവരുടെ പട്ടിക ഇപ്പോൾ പോലീസും എക്സൈസും തയ്യാറാക്കി കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ തുടർച്ചയായി ഇത്തരം അറസ്റ്റുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ എക്സൈസും വ്യക്തമാക്കുന്നത്. മയക്കുമരുന്ന് സംഘങ്ങളെ പൂർണ്ണമായും പൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള അതിശക്തമായ നടപടികളിലേക്കാണ് എക്സൈസും പോലീസും ഒക്കെ തന്നെ നീങ്ങിയിട്ടുള്ളത് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ കാണുന്നത്. പ്രതിഭ.